കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്. ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് ഏരിയ വൃത്തപരിധിയുടെ സർക്കംഫറൻസിൻ്റെ 3 മടങ്ങാണെങ്കിൽ അതിൻ്റെ വ്യാസം എത്ര എന്നാ? അപ്പോൾ ചോദ്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു വൃത്തത്തിൻ്റെ ഏരിയ വൃത്തപരിധിയുടെ 3 മടങ്ങ്, വൃത്തപരിധി എന്ന് വെച്ചാൽ സർക്കംഫറൻസ് ആണ്, അതിൻ്റെ 3 മടങ്ങെന്നാണ് പറയുന്നത്. ഇതാണ് ചോദ്യത്തിൽ പറയുന്ന ഏരിയയും സർക്കംഫറൻസും തമ്മിലുള്ള റിലേഷൻ. നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? 6 ആരമായിട്ടുള്ള ഒരു വൃത്തത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? πr² ആണ്. നമുക്കറിയാവുന്ന കഥയാണ്. അപ്പോൾ ഏരിയയുടെ സ്ഥാനത്ത് ഞാൻ ഇട്ട് കൊടുത്തു πr². ഇനിയും പറ, 6 ആരമായിട്ടുള്ള ഒരു വൃത്തത്തിൻ്റെ സർക്കംഫറൻസ് എത്ര എന്ന് ചോദിച്ചാൽ 2πr ആണ്. അപ്പോൾ സർക്കംഫറൻസിൻ്റെ സ്ഥാനത്ത് ഞാൻ ഇട്ട് കൊടുത്തു 2πr × 3. ഓക്കെ ആണോ? അപ്പോൾ എന്താ കിട്ടുക? ലെഫ്റ്റ് സൈഡിൽ ഒരു πr² ഉണ്ട്, റൈറ്റ് സൈഡിൽ 2πr × 3 എന്ന് പറയുമ്പോൾ 2 × 3 6 ആണ്, 6πr എന്ന് കിട്ടി. ഈ മൊമെൻറ്റ് വരെ ഓക്കെ ആണോ? ഇനി സിംപ്ലിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പൈയും ലെഫ്റ്റും റൈറ്റും ക്യാൻസലായി പോയി അല്ലേ? r² എന്ന് പറയുമ്പോൾ 6 × 6 ആണ്. അപ്പോൾ ഒരു 6ഉം അപ്പുറത്ത് r²ൻ്റെ ഒരു 6ഉം കൂടെ അങ്ങ് ക്യാൻസലാവും അല്ലേ? ബാക്കി എന്ത് വന്നു? ലെഫ്റ്റ് സൈഡിൽ ഒരു 6ഉം വന്നു, ഇവിടെ ഒരു 6ഉം വന്നു. അപ്പോൾ റേഡിയസ് 6 എന്ന് കിട്ടി അല്ലേ? എന്താ കണ്ടുപിടിക്കണ്ടേ? ഡയമീറ്റർ ആ കാണണ്ടേ, വ്യാസമാ കാണണ്ടേ? ഡയമീറ്റർ കാണാൻ എന്താ ചെയ്യുക? റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. അപ്പോൾ 6 × 2 12 ഈ പറയുന്ന ചോദ്യത്തിലെ വൃത്തത്തിൻ്റെ വ്യാസം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക്